ചില സമയങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നറിയില്ലേ? അതുപോലത്തെ കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞു പോയത്. ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഞാൻ വിചാരിക്കാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ ചെയ്യണം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു കേട്ടോ കഴിഞ്ഞ ആഴ്ച. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചില സമയങ്ങൾ അങ്ങനെയാണ്. പണ്ടാരോ പറഞ്ഞ പോലെ ഈ സമയം കടന്നു പോവും. അങ്ങനത്തെ കുറച്ച് ദിവസങ്ങളായിരുന്നു എനിക്ക് കഴിഞ്ഞ ദിവസങ്ങൾ. അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഈ ഒരു കടയിൽ കയറിയ സമയത്താണെങ്കിലോ ഇവിടെ ഒന്നുമില്ലേനു കേട്ടോ. ഓൾറെഡി നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാണ്. അപ്പം നമ്മൾ കയറിയ കട ആണെങ്കിലോ അവിടെ ഒരു കാര്യങ്ങളും ഇല്ലേനു. എനിക്കൊന്നും കട മാറ്റേ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. സമയം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. ഇവിടെ വന്നാൽ നമ്മൾ എപ്പോഴും ഇവിടുത്തെ പൊറാട്ടയും ബട്ടർ ചിക്കനും ആണ് കേട്ടോ. ബട്ടർ ചിക്കൻ അല്ല, തന്തൂരി ചിക്കൻ, അതാണ് കേട്ടോ ഓർഡർ ചെയ്യൽ. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ നല്ലോണം കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കളൊന്ന് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും കേട്ടോ പാർക്കിലേക്ക്. അപ്പോൾ നമ്മൾ റൂമിൻ്റെ അടുത്തുള്ള ഒരു പാർക്കായിരുന്നു ഇത്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടേക്ക് ഇറങ്ങുകയേ ചെയ്തില്ല. പിന്നെ ഇതും നമ്മളെ റൂമിൻ്റെ അടുത്തുള്ളൊരു കുഞ്ഞ് പാർക്കാണ് കേട്ടോ. അപ്പം ഇവിടെ വന്ന് നോക്കിയപ്പം ഇവിടെ വേറെ ആരും അങ്ങനെ ഇല്ലായിരുന്നു. നമ്മളും പിന്നെ വേറൊരു ഫാമിലി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇവിടെ കുറച്ച് നേരം ഒരു കളിച്ചു. ഞാൻ പിന്നെ എനിക്ക് നല്ല തലവേദന എടുത്തപ്പോൾ വേഗം കാറിൽ പോയിട്ട് കിടന്ന്. എന്നിട്ട് പിന്നെ നേരെ ഒരു അരമണിക്കൂറും കൂടി നമ്മൾ ആ പാർക്കിൽ ടൈം സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ പോയി കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. അമ്മച്ചിക്ക് ജമൻ ഫ്രൂട്ടിന് ഇഷ്ടം.